സംഘപരിവാർ ചാനലായ മാതൃഭൂമിയുടെ ഒരു കുരുട്ട് ബുദ്ധി കാണണേ. ഈ കാർഡ് ഇന്നിപ്പോൾ അവരുടെ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. പെട്ടെന്ന് കാണുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അത് അങ്ങോട്ട് സുഖിക്കും. പക്ഷേ അതിൻ്റെ ഇടയിലൂടെ ഒളിച്ചു കിടത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് അവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. എന്താണെന്നല്ലേ, ഈ വാചകം എന്താണ്? സുരേഷ് ഗോപിയുടെയും പിണറായി വിജയൻ്റെയും ചിത്രങ്ങൾ വെച്ചിട്ട് നല്ല വ്യക്തികൾ നമുക്കിടയിലുണ്ട്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സുരേഷ് ഗോപി. പിണറായിയെ സുരേഷ് ഗോപി പുകഴ്ത്തി പറയുകയല്ലേ ചെയ്തത്? നല്ല കാര്യമല്ലേ എന്നൊരാംഗിളിൽ സാധാരണക്കാർ ചിന്തിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട്. എന്താണെന്നല്ലേ, കേരളത്തിൽ ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ തന്ത്രമാണിത്. അതായത് CPM RSS ബന്ധം എന്ന് വരുത്താനായിട്ട് പുറമേ നല്ല ഭംഗിവാക്കുകളാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന വിഷം സാധാരണക്കാരായ മനുഷ്യർക്ക് കാണാനോ ചിലപ്പോൾ വായിച്ചെടുക്കാനോ കഴിയില്ല. ഇത് നിലമ്പൂരിൽ പോയി വർക്ക് ചെയ്യേണ്ടത് കണ്ടില്ലേ? അവർ പരസ്പര ധാരണയുള്ളവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറയുകയാണ്. കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും മാതൃഭൂമിയുടെ കാർഡ് വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ആയുധമാണ്. അവിടെയാണ് നിങ്ങൾ ഈ തന്ത്രം മനസ്സിലാക്കേണ്ടത്. ഇത്രയും ദിവസം എവിടെയെങ്കിലും സുരേഷ് ഗോപി മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് നല്ലൊരു വാചകം ഏതെങ്കിലും ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. പൊടുന്നനെ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു എന്ന നിലയ്ക്ക് ഒരു കാർഡ് അടിച്ചിറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്തായിരിക്കണം? അവിടെയാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് കുത്തി നിറച്ചിരിക്കുന്ന സംഘപരിവാറിൻ്റെ കുബുദ്ധികൾ ചെയ്യുന്ന ചില വിദഗ്ധമായിട്ടുള്ള ഇടപെടൽ. ഇത് വളരെ വിദഗ്ധമായിട്ട് മാതൃഭൂമിയിലെ സവർണ മാടമ്പികൾ സൃഷ്ടിച്ച് കോൺഗ്രസിൻ്റെ സവർണ മാടമ്പികളുടെ കയ്യിലേക്ക് ബാറ്റൺ കൈമാറുന്നു. ഈ ബാറ്റൺ നേരെ നിലമ്പൂരിലെത്തിച്ച് ആൾക്കാർക്കിടയിലേക്ക് ഇവർ തമ്മിലുള്ള അന്തർധാര കണ്ടില്ലേ, ഇവർ തമ്മിലുള്ള പരസ്പര ധാരണ കണ്ടില്ലേ എന്ന ആംഗിളിൽ പ്രചരിപ്പിക്കാനുള്ളൊരു കുതന്ത്രമാണ് ഇത്. വളരെ കൃത്യമായിട്ട് നിലമ്പൂർകാർ മനസ്സിലാക്കുക. ഇത്രയും ദിവസം മാതൃഭൂമി എവിടെയെങ്കിലും ഒരിടത്ത് ഇങ്ങനെ ഒരു കാർഡ് മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് പുകഴ്ത്തി എഴുതിയതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനേ കഴിയില്ല. ഇത്രയും നല്ലൊരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു കാർഡും ചിലപ്പോൾ കാണില്ല. അവിടെയാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്നവരുടെ കുതന്ത്രങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും ഇടതുപക്ഷക്കാരും മനസ്സിലാക്കുക, ഇതൊരു പൂമാലയല്ല, ഇതൊരു മുള്ളുമാലയാണ്. ആ മുള്ളുമാല ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള തന്ത്രമാണ്. അതുകൊണ്ട് ഇത്തരം കാർഡുകൾ കണ്ടിട്ട് ആരും സുരേഷ് ഗോപി എന്ന മുഴുമുഴുത്ത സംഖ്യയോ അല്ലെങ്കിൽ ആ വാർത്ത പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയെയും അത്ര നിഷ്കളങ്കമായി കണ്ടു കളയരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്.